ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിന്റെ ഉദാഹരണമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അകൃത്വാ ശത്രുസംഹാരം അകൃത്വാ ശത്രുസംഹാരം അഗത്വാഖിലഭൂശ്രിയം അഗത്വാഖിലഭൂശ്രിയം രാജാഹമിതി ശബ്ദാന്യോ രാജാഹമിതി ശബ്ദാന്യോ രാജാ ഭവിതുമർഹതി രാജാ ഭവിതുമർഹതി. ദൃശ്യത്തെ മുഴുവനും ദൃക്സ്വരൂപനായ ആ ബോധത്തിൽ വിലയിപ്പിക്കാതെ വെറുതെ ബ്രഹ്മശബ്ദം പറഞ്ഞതുകൊണ്ട്, ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മുക്തി കിട്ടില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് എന്ന് പറയാം ഈ ശ്ലോകത്തിൽ. അകൃത്വ ശത്രു സംഹാരം, ശത്രു സംഹാരം അകൃത്വ, ശത്രുക്കളെ മുഴുവൻ സംഹരിക്കാതെയും, അകത്വ അഖിലഭൂശ്രിയം, അഖിലഭൂശ്രിയം സമസ്ത ഭൂമി ഭൂസ്വത്തും സ്വന്തമാക്കാതെയും, ഭൂമി മുഴുവനും സ്വന്തമാക്കാതെയും, ശത്രുക്കളെ മുഴുവനും ജയിക്കാതെയും അല്ലെങ്കിൽ സംഹരിക്കാതെയും, രാജാ അഹം അഹം രാജ ഇത് ശബ്ദാത്, ഞാൻ രാജാവാണ് എന്നൊരാള് വെറുതെ പറഞ്ഞതുകൊണ്ട് രാജാഭവിതുമർഹതി ന രാജാഭവിതുമർഹതി, അയാൾ രാജാവാൻ പോണ്ടോ? ഉദാഹരണം, ഒരാൾ രാജാവാകുന്നപ്പോഴാ രാജാവിന് സ്വന്തമായിട്ട് ധാരാളം ഭൂമി വേണം. പിന്നെയോ രാജാവിന് ശത്രുക്കൾ ഉണ്ടാവാണ്ടിരിക്കണം, ശത്രുക്കളൊക്കെ ജയിച്ചിട്ടുണ്ടാവണം. അപ്പൊ ശത്രുക്കളെ ജയിച്ചിട്ടുമില്ല, സ്വന്തമായി ഭൂമി തൻ്റെ അധീനത്തിലുമില്ല. എന്നിട്ട് ഒരാള് ഞാൻ രാജാവാണ് എന്ന് വെറുതെ പറഞ്ഞു എന്ന് വെച്ചാൽ അയാൾ രാജാവാൻ പോണില്ല. നേരെ മറിച്ച് ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു, സ്വന്തം ബലവീര്യം കൊണ്ട് തൻ്റെ രാഷ്ട്രം തൻ്റെ പരമാധികാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചെങ്കോലും അതുപോലെ വടിയൊക്കെ ഉണ്ടാവണമെന്നില്ല, കിരീടമൊക്കെ ഉണ്ടാവണമെന്നില്ല. പ്രജകൾ തന്നെ അയാളെ രാജാവായിട്ട് അംഗീകരിക്കും, അല്ലേ? നേരെ മറിച്ച് ഒരാൾ രാജാവാണെന്ന് പറഞ്ഞാൽ വിഡ്ഢി രാജാവുള്ളൂ. എന്താ കാരണം? രാജാവിന് രാജ്യം ഉണ്ടാവണ്ടേ? രാജ്യമില്ല, സ്വന്തമായിട്ട് രാജ്യമില്ല, ശത്രുക്കളെ ജയിക്കാനുള്ള സാമർഥ്യവും ഇല്ല. പിന്നെ എങ്ങനെ ഒരാൾ രാജാവാകും? ഇതുപോലെയാണ് ദൃശ്യത്തെ മുഴുവനും ദൃക്കിൽ വിലയിപ്പിക്കാതെ ആ ദൃക്സ്വരൂപനായ പരമാത്മാവാണ് താനെന്നുള്ള ആ അനുഭവം, സാക്ഷാത്കാരം ഉണ്ടാവാതെ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നത്. ഞാൻ രാജ്യമില്ലാതെ ശത്രുവിനെ ജയിക്കാതെ ഒരാൾ രാജാവാണെന്ന് പറയണ പോലെയുള്ളൂ. അത് വെറുതെ പറയാൻ മാത്രമേ കാണുള്ളൂ. അതാണ് ഉക്തി മാത്രം, പറയൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ ഈ ശ്ലോകത്തിൽ മറ്റൊരു സൂചന എന്താ? ശത്രു സംഹാരം രാജാവിന് വേണം, ശത്രുക്കളൊക്കെ ജയിച്ചവനാണ്, അയാളുടെ സാമർഥ്യമുള്ളവനാണ്, സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാവണം. ഇതുപോലെ അകത്ത ശത്രുക്കളെയൊക്കെ ജയിക്കാൻ കഴിയണം നമുക്ക്. നമ്മുടെ മനസ്സിനെ, ദൃശ്യങ്ങളെ മുഴുവനും ദൃക്കിൽ വിലയിപ്പിക്കാൻ എപ്പോഴാണ് സാധിക്കുക? സാക്ഷിയിൽ വിലയിപ്പിക്കാൻ എപ്പോഴാണ് സാധിക്കുക? തൻ്റെ ഉള്ളിലെ ശത്രുക്കളെ, ഷഡ്വൈരികളുണ്ട്. അതിൽ നമുക്ക് 6 ശത്രുക്കളുണ്ട്. ഗീതയിൽ ഭഗവാൻ പറയും 2 ശത്രു, കാമേഷ ക്രോധയേഷ മഹാശനോ മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. മഹാവൈരികളാണ്. ഹൈവേ റോബേഴ്സിനെ മാതിരി അല്ലെങ്കിൽ ട്രെയിൻ കൊള്ളക്കാരെ മാതിരി നമ്മുടെ ആത്മജ്ഞാനത്തിൻ്റെ അഭിവാഞ്ചയെ മുഴുവനും സാക്ഷാത്കാരത്തിന് ഒക്കെ ഉള്ള ആ അഭിവാഞ്ചയെ തുരങ്കം വയ്ക്കുന്ന കള്ളന്മാരാണ്. ജ്ഞാനരത്നം അപഹരിച്ചു കൊണ്ടുപോകുന്നവരാണ് ഈ കള്ളന്മാര്. കാമ ക്രോധവും അവരനിയന്മാരാണ്. കാമക്രോധ ലോപമോഹ മത മത്സര്യ ഇത്യാദികളൊക്കെ. അപ്പൊ ഷഡ്വൈരികളാണ് അവര്. അപ്പൊ തൻ്റെ ഉള്ളിലെ ഈ ശത്രുക്കളെയൊക്കെ ജയിക്കാതെ തൻ്റെ മനസ്സിനെ ബാഹ്യവസ്തുക്കളിൽ നിന്ന് പിന്തിരിയാതെ മനസ്സാക്ഷിയായ ആ പരമാത്മസ്വരൂപത്തിൽ മനസ്സ് വിലയിച്ച് ആ ബ്രഹ്മാനുഭവം കൈവരിക്കാതെ ഒരാൾ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്വന്തമായി രാജ്യമില്ലാതെയും ബാഹ്യശത്രുക്കളെ ജയിക്കാതെയും ഒരാൾ ഞാൻ രാജാവാണ് എന്ന് പറയണ പോലെയുള്ളൂ. ഇതാണ് ഈ ശ്ലോകം മുന്നേ ശ്ലോകത്തിലേക്ക് കണക്ട് ചെയ്യണം. ഇത് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട്
ആന്തരശത്രുക്കളെ ജയിച്ച് ആ രാജ്യമേതവിടെ സ്വരാജ്യം പറഞ്ഞു, ആത്മസാമ്രാജ്യം. പുറത്ത് രാജാവിന് ബാഹ്യ രാജ്യമാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ആത്മാനുഭവത്തിലൂടെ ആത്മസാമ്രാജ്യത്തിൽ അധിഷ്ഠിതനായി തീരണം എന്ന്. അതിന് ജാഗ്രത സ്വപ്ന സുഷുപ്തികളാണ് നമ്മുടെ മൂന്ന് രാജ്യം, മൂന്ന് അനുഭവ മണ്ഡലങ്ങൾ. ജാഗ്രത ലോകത്തിലും സ്വപ്ന ലോകത്തിലും സുഷുപ്തി ലോകത്തിലും വിഹരിച്ചുകൊണ്ട് ഇങ്ങനെ മാറി മാറി കഴിയുകയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. സ്വപ്നത്തിൽ പോകണു, ഉറങ്ങണു, ഉറക്കത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് വന്നിട്ട് ജാഗ്രതയിലേക്ക് വരണു, അല്ലെങ്കിൽ നേരിട്ട് ജാഗ്രതയിലേക്ക് വരണു, അല്ലേ? അതുപോലെ ഒന്നിലോ ജാഗ്രത നേരിട്ട് സ്വപ്ന സുഷുപ്തിയിലേക്ക് പോകും, അല്ലെങ്കിൽ സ്വപ്നം വഴി ഉറക്കത്തിലേക്ക് പോകും. സ്വപ്നം കണ്ടുറങ്ങും, ചില സ്വപ്നം കാണാണ്ടുറങ്ങും, ചില ഡയറക്റ്റ്. എന്തായാലും ഈ മൂന്നെണ്ണത്തിൽ കറങ്ങലേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ജീവിതം. ഈ മൂന്നിനും സാക്ഷിയാണ് ആത്മതത്വം. അവസ്ഥാത്രയ സാക്ഷിയാണ്. ആ മൂന്നിനും സാക്ഷിയായ ആത്മസ്വരൂപന്റെ നിരന്തരമായ വിചിന്തനത്തിൽ മനസ്സേർപ്പെട്ട് അന്യവിചാരങ്ങളെല്ലാം ക്ഷയിച്ച് ഈ വിചാരവും കൂടി ഇല്ലാണ്ടായിത്തീരുന്ന സമയത്താണ് തൻ്റെ വ്യക്തിത്വം അപരിപൂർണമായ ബ്രഹ്മത്തിൽ ലയിച്ച് ഏകീഭവിച്ച് ഒന്നായിത്തീരുന്ന ആ അനുഭൂതി, ആത്മസാക്ഷാത്കാരം. അത് കൈവന്നവൻ ഞാൻ ബ്രഹ്മൻ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല, അയാൾ ബ്രഹ്മൻ ആണ്. അതായത് ഇതുമാതിരി ബാഹ്യ രാജ്യം സ്വന്തമായി നേടി ശത്രുക്കളെയൊക്കെ ജയിച്ച ഒരാൾ രാജാവാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അയാൾ രാജാവാണ്. അയാളെ രാജാവായി എല്ലാവരും മാനിക്കും. ഇതുപോലെയാണ് ആത്മാനുഭവ സമ്പന്നൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞില്ലെങ്കിലും അയാൾ ബ്രഹ്മജ്ഞാനിയാണ്. ലോകം മുഴുവനും അവരെ അറിഞ്ഞ് ആദരിക്കുന്ന. ഇതാണ് ഈ ശ്ലോകം. ഹരിയോ.